ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ജെറിൻ സാറാണ്. അദ്ദേഹം കേരള ഓഹരി വിപണി ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ക്രിയേറ്ററും നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. കേരള ഓഹരി വിപണി ഗ്രൂപ്പിൽ വർഷങ്ങളായിട്ടുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന് നല്ല പരിചയമായിരിക്കും. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കാം. ഹലോ, ഷെയർ മാർക്കറ്റ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. ഞാൻ ഷെയർ മാർക്കറ്റിൽ 2008 മുതൽ ഇൻവെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രേഡർ സുഹൃത്തായ റിയാസ് എന്നോടൊരു ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റി, ഷെയർ മാർക്കറ്റിലെ സിറ്റുവേഷനെ പറ്റി ഒരു മെസ്സേജ് ചെയ്യാനുള്ളൊരു അവസരം തന്നിട്ടുണ്ട്. അത് ഞാൻ റിയാസിനോട് വളരെ കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ശരിക്കും ഈ അടുത്ത 50 വർഷങ്ങളിൽ ഒരിക്കലും കാണാത്ത ഒരു കാര്യമാണ്. കാരണം ഒരു ലോകം മൊത്തം പടർന്ന ഒരു അസുഖം അത് എങ്ങനെയൊക്കെ നമ്മുടെ എക്കണോമിയെ അഫക്റ്റ് ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട്. ആൾക്കാർ പല രാജ്യങ്ങളും മുഴുവനായിട്ട് ഷട്ട് ഡൗണിലാണ്, ഇന്ത്യ അടക്കം. പല രാജ്യങ്ങളിൽ വളരെ വലിയ തോതിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്. 11,000 മരണങ്ങൾ ക്രോസ് ആയിട്ടുണ്ട്. അതേപോലെ ഈ എല്ലാ കൊണ്ടും ഒരു വളരെ മോശമായ ഒരു സമയമായിട്ട് തോന്നുന്നു. കാരണം ഫ്ലൈറ്റ് നിന്ന് കിടക്കുക, ട്രെയിൻ നിന്ന് കിടക്കുക, ബസ് നിന്ന് കിടക്കുക, ഈ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ്സ് നിന്ന് കിടക്കുക. സോ ഈ സമയത്ത് ശരിക്കും ഒരു ഇൻവെസ്റ്ററിന് തോന്നുന്ന കാര്യം, ഇപ്പം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഞാൻ എൻ്റെ പൈസ എല്ലാം എടുത്തേക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ വളരെ കൂടുതൽ പോസിറ്റീവ്സ് ഞാൻ ഈ സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. അത് ഇപ്പോഴേ ഒരു ഇൻവെസ്റ്ററിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പിടിച്ചു നിൽക്കുക, വിട്ടേക്കരുതെന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചികിത്സ ഇല്ലെങ്കിലും ഇതിന് പോപ്പുലേഷൻ്റെ മെജോറിറ്റി ആൾക്കാർക്കും വളരെ ചെറിയ രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മാറുന്ന അസുഖം എന്ന് തന്നെയാണ് മെജോറിറ്റി ആൾക്കാർക്കും വരുന്നത്. ചില ആൾക്കാർക്ക് സീരിയസ് ആണ്, അത് ശരിയാണ്. അപ്പോൾ അതിൻ്റെ സ്പ്രെഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലോകം മുഴുവൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അതിൻ്റെ സ്പ്രെഡിനെ കൺട്രോൾ ചെയ്യും, അതിൻ്റെ ആ ഒരു ഇൻഫെക്ഷൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യും. പിന്നെ സമ്മർ ആകുമ്പോഴത്തേക്ക് ലോകത്ത് ഈ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഇതിൻ്റെ വ്യാപം കുറയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു ഇൻഫ്ലുവൻസ വൈറസ് ആണ്, ഇതിൻ്റെ മൂവ്മെൻറ്റ് അതുപോലെയാണ്. അതുപോലെ ഈ പഴയ പേമാരികളെക്കാളും ലോകം ഇപ്പോൾ വളരെ കൂടുതൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. ത്രൂ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ടെലിവിഷൻ വഴിയും പല പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് വഴിയും വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും നമുക്ക് പല രാജ്യങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളുമായിട്ട് സംഭാഷണം ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ എങ്ങനെ ജീവിക്കുന്നത് അവരുമായിട്ട് നമുക്ക് കണക്ഷനുണ്ട്. പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു പേമാരി വരുമ്പോൾ ആൾക്കാർ പേടിച്ച് വളരെ വലിയ വലിയ പ്രശ്നങ്ങളും അതിനേക്കാളും വലിയ വലിയ വഴക്കും യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പോഴത്തെ ഒരു ലോകം, ഈ കണക്റ്റഡ് ലോകത്തിൽ ഒരു ഫർദർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതെ ആൾക്കാർ ഈ ഡോക്ടേഴ്സ് തമ്മിലും ഹെൽത്ത് പ്രൊഫഷണൽസ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഇൻവെസ്റ്റിംഗ് ചാനലിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ വ്യാപം കൺട്രോൾ ആവുന്നതുകൊണ്ട് ഇതിനു വേണ്ടി ക്യൂവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാക്സിൻ അനൗൺസ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ, ഒരു വാക്സിൻ അപ്രൂവ് ചെയ്തൊരു ന്യൂസ് കഴിഞ്ഞാൽ അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നത് നമുക്ക് കാണാം. കാരണം വളരെ ഡിസൈസീവായിട്ടുള്ള ആക്ഷൻസ് ഒരു പോസിറ്റീവ് രീതിയായിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഒരു പോസിറ്റീവ് എഫക്റ്റാണ് അത് ഉണ്ടാക്കുന്നത്. സോ കൊറോണ വൈറസ് സീരിയസ് ആണ്, എന്നാലും ഏകദേശം അത് കൺട്രോളിൽ വരുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻക്ലൂഡിങ് ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ലോക്ക്ഡൗൺ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങൾ മുമ്പോട്ട് കിടക്കുന്നെങ്കിലും ഒരു വലിയ വിഷമങ്ങൾ നമ്മുടെ പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഷെയർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഗ്രാജുവലി ഇത് കൺട്രോൾ വരുന്നത് തന്നെ പല കമ്പനീസിനും ബെനിഫിഷ്യലാണ്. കാരണം നമ്മൾ ഷെയർ മാർക്കറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നല്ല നല്ല കമ്പനികൾ, മാർക്കറ്റ് ലീഡിങ് കമ്പനികൾ ഷെയർ പ്രൈസ് 20, 30, 40% താഴെ പോയത് ജസ്റ്റ് ഈ ഒരു കൊറോണ വൈറസിൻ്റെ പേടി കൊണ്ടാണ്. വേറെ ഒരു പ്രശ്നവും ഇല്ല. അവരുടെ മാനേജ്മെൻറ്റിന് കുഴപ്പമില്ല, അവരുടെ ഫിനാൻസസിന് കുഴപ്പമില്ല, അവരുടെ പ്രോഡക്ട്സിന് കുഴപ്പമില്ല. അവർക്ക് വേറെ ഒരു രീതിയിലുള്ള ടെൻഷൻസോ പ്രഷേഴ്സോ ഒന്നുമില്ല. അവരുടെ നോർമൽ ജോലികൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ കൊറോണ വൈറസ് എന്നുള്ള ഒരു പ്രശ്നം മാറിക്കഴിഞ്ഞാൽ ഈ ഷെയർസ് ഡബിൾ സ്പീഡിൽ തിരിച്ച് മുന്നിലോട്ട് വരുന്നത് നമുക്ക് കാണാം. ഈ മാർക്കറ്റ് ലീഡിംഗ് ഷെയർസ് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇവർക്കൊന്നും പറ്റാൻ പോകുന്നില്ല. ഈ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ്, ജനറൽ ഇൻഷുറൻസ് കമ്പനീസ്, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനോട് തിരിച്ച് അസറ്റ് വരുന്നത് കാണാം, അവർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല.
ഈ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് അവരിപ്പോഴും പൈസ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഹിന്ദുസ്ഥാൻ യൂണിലീവർ ആയാലും ITCയുടെ FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആയാലും ഈ റീറ്റെയിൽ ചെയിനായ ഡിമാർട്ട് ആയാലും അവർ ഇപ്പോഴും ഓപ്പൺ ആണ്. അവർ കണ്ടിന്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പ്രൊഡക്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില കമ്പനീസിൻ്റെ ഷോറൂം എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൈറ്റൻ നോക്കിക്കഴിഞ്ഞാൽ ഷോറൂം അടച്ചിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷൂസ് കമ്പനികളായ ബാറ്റ, റിലാക്സോ അവരുടെയൊക്കെ ഷോറൂം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ റെസ്ട്രിക്ഷൻ മാറി എന്ന ആ ദിവസം മുതൽ അതിന് മുമ്പേ തന്നെ ഈ പ്രശ്നം കുറഞ്ഞു വരുമ്പോൾ തന്നെ ഈ ഷെയറുകൾ മേളിലോട്ട് കയറുന്നതാണ്. അപ്പം ഈ എക്സ്ട്രീം പെസിമിസം എന്നുള്ള സമയത്ത് നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് ഓപ്റ്റിമിസ്റ്റിക് ആവുക, അതിൻ്റെ ഓപ്പോസിറ്റ് കാണുക, ഫ്യൂച്ചർ മുമ്പോട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ഫേമസ് മാർക്കറ്റ് എക്സ്പേർട്ട് ബസന്ത് മഹേശ്വരി TV അപ്പിയറൻസിൽ ഈയിടെ പറഞ്ഞത്, അമേരിക്കയിലെ ചില സ്റ്റോക്സ് ഉണ്ട്, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രശ്നം മാറിയത്. കാരണം അമേരിക്കയിൽ ഈ ക്രൂസ് ഷിപ്പ്, ഈ ക്രൂസ് ഇൻഡസ്ട്രി ടോട്ടലി നിന്ന് കിടക്കുക. പിന്നെ കസീനോ, പിന്നെ ഈ ടാക്സി ക്യാബ് ഇൻഡസ്ട്രി, അതായത് ഊബർ. അപ്പം ഇതിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ട്, അവരുടെ വർക്കെല്ലാം നിന്ന് കിടക്കുക. പക്ഷെ അവർ ഈ പ്രശ്നം സോൾവ് ആവുന്നതിന് മുമ്പ് തന്നെ അവർ റിക്കവർ ചെയ്യുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു സ്റ്റിമുലസ് പാക്കേജ് ഇന്ത്യൻ എക്കോണമിക്ക് വരുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. പല കമ്പനീസിലും അവരുടെ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാനും അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും വേണ്ടി ഗവൺമെൻറ് കുറേ ഒരു ഫിനാൻഷ്യൽ റിഫോംസിൻ്റെ ഒരു പാക്കേജ് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ 21 ദിവസത്തേക്ക് ഫുൾ എക്കണോമി സ്തംഭിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് നോർമലാക്കാൻ വേണ്ടി ഒരു പാക്കേജ് തന്നെ ഇവിടെ കൊണ്ടുവരേണ്ടി വരും. പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ പാക്കേജസ് വന്നിട്ടുണ്ട്, കാനഡയിലായാലും വന്നിട്ടുണ്ട്, അമേരിക്കയിൽ ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. ചെറുകിട ബിസിനസ്സുകാരെയും പിന്നെ ഈ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ചെറിയ പെട്ടിക്കട പോലത്തെ സ്ഥാപനങ്ങൾ നടത്തുന്നവരെയൊക്കെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചില മെഷേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ നമ്മുടെ എക്കണോമിയിലോട്ട് ബെനിഫിഷ്യൽ ആയിട്ട് വരും. അപ്പം നമ്മൾ ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനി, അതായത് FMCG ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ ഡോക്ടർ റെഡ്ഡീസ് ഉണ്ട്, ഇപ്ക ലബോറട്ടറീസ് ഉണ്ട്, ബെയർ ഉണ്ട്. ബെയർ ക്രോപ്പ് സയൻസ് എന്ന് പറഞ്ഞാൽ അവർ ബെയർ മെയിൻ ഫാർമസ്യൂട്ടിക്കൽ വേറെയാണ്, ഈ ബെയർ ഈ അഗ്രോ കെമിക്കൽസിലുണ്ട്. പിന്നെ ഈ പെയിന്റ് കമ്പനീസ്, ഏഷ്യൻ പെയിന്റ്സ്, പിഡിലൈറ്റ് ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസ് കമ്പനിയാണ്. ഇവരുടെയൊക്കെ ബിസിനസ് ഉടനെ സമ്മറിൽ പിക്കപ്പ് ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കാരണം ഈ കൺസ്ട്രക്ഷൻ വരുന്നതോടെ റീപെയിന്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതോടെ അത് തിരിച്ച് കയറി വരുന്നത് കാണാം. ഫുട്വെയർ കമ്പനീസ് റിക്കവർ ചെയ്യുന്നത് കാണാം. ടൈറ്റൻ, ഗോൾഡ് ജ്വല്ലറിയിലെ ഏറ്റവും നമ്പർ 1 കമ്പനിയായ ടൈറ്റൻ, അവർ റിക്കവർ ചെയ്യുന്നത് കാണാം. റിക്കവർ ചെയ്യാൻ പോകാത്തത് വളരെ കൂടുതൽ ഈ എക്കണോമിക് ഗ്രോത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലത്തെ കമ്പനീസ് ഉടനെ ഒന്നും റിക്കവർ ചെയ്യത്തില്ല. എന്നാലും ചില ഇപ്പോൾ L&T പോലത്തെ വൻകിട കമ്പനികളൊക്കെ അവർ തിരിച്ച് നോർമൽസിയിലേക്ക് വരും. IT കമ്പനീസ് ഇപ്പോൾ അവരുടെ ബിസിനസ് വർക്ക് ഫ്രം ഹോമും പിന്നെ അവർക്ക് ഓഫ് ഷോർ ട്രാവലിങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളും അവരുടെ ക്ലയൻസിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവർ തരുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സർവീസാണ്. അപ്പോൾ ഈ എസെൻഷ്യൽ സർവീസസ് IT-യിൽ ഡെഫിനറ്റ്ലി അത് കണ്ടിന്യൂ ചെയ്യും. ടെലികോം ഇൻഡസ്ട്രി ഇപ്പം സ്റ്റോക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറയുന്ന സുഹൃത്തുക്കളുണ്ട്, പക്ഷേ ഞാനതുമായിട്ട് യോജിക്കുന്നില്ല. ടെലികോം ഇൻഡസ്ട്രി ഇപ്പം ഈ ടെലികോം ഓപ്പറേറ്റേഴ്സിന് വളരെ സീരിയസ് പ്രശ്നങ്ങളുണ്ട്. സപ്പോസ് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ ഭാരതി എയർടെലിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. ഐഡിയ ടോട്ടലി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ കമ്പനീസ് ഒരു നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ വരുന്ന ദിവസങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പെസിമിസം ശരിക്കും നല്ല സമയമാണ് ഷെയർ വാങ്ങാൻ. ഞാനൊരു എക്സാമ്പിൾ ടോട്ടലി വിട്ടുപോയത്, ഇപ്പം ഈ നമ്മുടെ പ്ലഷർ ഇൻഡസ്ട്രി എന്ന് പറയുമല്ലോ, അമ്യൂസ്മെന്റ് പാർക്ക്, കസീനോ. അമ്യൂസ്മെന്റ് പാർക്കിൽ വണ്ടർലാൻഡ്, കസീനോ ഡെൽറ്റ കോർപ്പ് ഉണ്ട്. ഇത് രണ്ടും ടോട്ടലി നിന്ന് കിടക്കുവാണ്. ഇത് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഷെയറുകളും മുകളിലോട്ട് കുതിച്ചു കയറുന്ന കാണാം. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമില്ലാത്ത മാനേജ്മെന്റ്സ് ഉള്ള കമ്പനീസാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില ഐഡിയാസ് ഞാൻ എല്ലാ സുഹൃത്തുക്കളും കൂടെ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെസ്സേജ് കൊടുത്തത്. വൺസ് അഗൈൻ എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഒരു ഹാപ്പി ട്രേഡിംഗ് കൂടെ നേടുന്നു. ഓക്കെ, ബൈ.